എന്താ ചെയ്യേണ്ടത് മുമ്പിലെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ PMEGP ലോണിനെ പറ്റി അറിയുന്നതും എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് വന്നു. അപ്പോൾ എന്താണ് സംരംഭം തുടങ്ങാമെന്നുള്ള ഇതൊക്കെ വന്നു. അതിനുശേഷം ഫണ്ടാണല്ലോ പ്രശ്നം. ഫണ്ടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കീമുള്ളതും അറിയാൻ പറ്റിയതും. കാനറ ബാങ്കിൽ സമീപിച്ചു. കാനറ ബാങ്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി ഒരു സംരംഭം തുടങ്ങി. അത് അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. 3 വർഷം കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നു. വീണ്ടും ഒരു സ്കീമിലേക്കൂടെ PMFME എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അതിൽ രണ്ടാമതും കാനറ ബാങ്ക് ലോൺ തന്നു. ഒന്നും കൂടി ഷോപ്പിനെ ഡെവലപ്മെൻ്റ് ആക്കി ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആക്കാൻ പറ്റി. എന്തുകൊണ്ടും വളരെ നല്ലൊരു സംരംഭം. അതുപോലെ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് സ്കീം കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ സമയത്ത് ഈ ഒരു സംരംഭം തുടങ്ങാനും എല്ലാം പറ്റിയത്. അതുപോലെ കാനറ ബാങ്കിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടും അതുകൊണ്ട് സംരംഭം അടിപൊളിയായിട്ട് പോകുന്നു. നമ്മളെ ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഏതൊരു സംരംഭം തുടങ്ങിയാലും വിജയിക്കാൻ പറ്റുന്ന എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഇങ്ങനെ സ്കീം തന്ന സർക്കാരിനും അതുപോലെ ആ ഫണ്ട് അനുവദിച്ച് തന്ന കാനറ ബാങ്ക് സ്റ്റാഫിനും എല്ലാവരിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാടായി പഞ്ചായത്തിലൂടെ കടന്നുപോയ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി മേരി കഹാനി മേരി സുഹാനിയിൽ ജബ്ബാർ എന്ന സംരംഭകൻ പങ്കുവച്ച അനുഭവമാണ് നമ്മൾ കേട്ടത്. ജബ്ബാറിന്റെ അനുഭവം ഒറ്റപ്പെട്ടതല്ല. കേന്ദ്ര പദ്ധതികൾ ഓരോ ഗുണഭോക്താവിൻ്റെയും ജീവിതത്തെ സ്പർശിക്കുകയാണ്. PMEGP അഥവാ പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയാണ് ജബ്ബാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. MSME മന്ത്രാലയത്തിന്റെ കീഴിലെ ഖാദി ഗ്രാമീണ വ്യവസായ കമ്മീഷൻ KVICക്കാണ് പദ്ധതി നടത്തിപ്പ്. ബാങ്കുകൾ വഴിയാണ് ഗുണഭോക്താവിന്റെ അടുക്കൽ പദ്ധതി എത്തുക. പുതുസംരംഭകർക്ക് ഉൽപാദന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് 25 ലക്ഷം രൂപ വരെയും സേവന സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയും വായ്പ അനുവദിക്കുന്നു. ഇതിനുള്ള മാർജിൻ തുകയായി 15 മുതൽ 35% വരെ സബ്സിഡി ഗ്രാന്റായി ലഭിക്കുന്ന ഈ പദ്ധതി നമുക്കിടയിലെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ എത്രയെത്ര കേന്ദ്ര പദ്ധതികളാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണപരമായ പരിവർത്തനങ്ങൾ വരുത്തുന്നത്. എൻ്റെ പേര് ഫെബിൻ. എൻ്റെ വീട് തളിപ്പറമ്പാണ്, തിരുവനന്തപുരത്താണ്. ഞങ്ങളിവിടെ കഴിഞ്ഞ 26-ാം തീയതി ഒരു ഹോട്ടൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 3 പേരാണ്. ഹോട്ടൽ നീർമാതളം. അപ്പം ഞാനൊരു 10-12 വർഷം പ്രൈവറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളൊരു ആശയത്തിൽ വന്നായിരുന്നു. അപ്പം എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് മേഖല തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ഫണ്ടോ കാര്യങ്ങളോ അതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടോ എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓരോ പഞ്ചായത്ത് വഴി ഓരോ ഇന്റേണിനെ അസൈൻ ചെയ്തിട്ടുണ്ടെന്നും അവർ വഴി നമുക്ക് പ്രധാന PMEGPയുടെ ലെവലാണ് ഞാൻ ചെയ്തത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം ഉണ്ടെന്നും നമുക്ക് അതുവഴി ലോൺ കിട്ടുമെന്നും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച പഴയങ്ങാടി മാടായി പഞ്ചായത്ത് ആയതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങൾ വന്നു. അപ്പം അമൃത മാഡമാണ് അവിടുത്തെ ഇൻറ്റേൺ. ആളെ ചെന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെല്ലാ കാര്യങ്ങളും എല്ലാ സ്കീമുകളും വിശദമായിട്ട് ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി. എൻ്റെ അക്കൗണ്ടുള്ള ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അവിടെ ചെന്ന് അവിടെ ഉഷ മാഡം മാനേജർ ഉണ്ടായിരുന്നു. അവരും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നു. അപ്പം ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. അത്രയും പെട്ടെന്ന് അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തന്നു. അപ്പം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, നമ്മുടേതായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരുപാട് സ്കീമുകൾ പ്രൊജക്റ്റുകൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനായിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ ഈ കേന്ദ്ര പദ്ധതികൾ 100% ജനങ്ങളിലേക്കും എത്തുക എന്ന ലക്ഷ്യവുമായി ഒരു വലിയ ജനകീയ യാത്ര രാജ്യത്തുടനീളം മുന്നേറുകയാണ്. വികസിത് ഭാരത് സങ്കല്പ റാലി എന്ന മഹാപ്രസ്ഥാനം രാജ്യത്തിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിലും പ്രത്യേകം ബ്രാൻഡ് ചെയ്ത വികസിത് ഭാരത് സങ്കല്പ യാത്രാ വാഹനങ്ങൾ എത്തിച്ചേരും. പ്രത്യേകം സജ്ജീകരിച്ച സ്ക്രീനുകളിൽ വിവിധ പദ്ധതികളുടെ വിശദാംശങ്ങൾ വീഡിയോ രൂപത്തിൽ പ്രദർശിപ്പിക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ കാണികളുമായി പങ്കുവയ്ക്കുന്ന മേരി കഹാനി മേരി സുബാനി ഈ യാത്രയുടെ അവിഭാജ്യ ഘടകമാണ്. എൻ്റെ പേര് വിധു എന്നാണ്. KCCയുടെ ലോണ് കേരള ബാങ്കിൽ നിന്ന് എനിക്ക്
കിട്ടിയിട്ടുണ്ടെന്ന്. 1,20,000 റുപ്യാണ് കിട്ടിയത്. അതെനിക്കൊരു വളരെ സഹായകരമായി ഇതായിട്ടാണ് കേരള ബാങ്ക് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് മാക്സിമം ഒരു അരമണിക്കൂർ വേണ്ടി വന്നില്ല. അതിനുള്ളിൽ എനിക്ക് സാങ്ഷൻ ചെയ്തു തന്നു. വളരെ ഉപകാരമായിരുന്നു എനിക്കത്. എൻ്റെ പേര് ആനി ജോൺസൺ. ഞാൻ മണ്ണൂർ പഞ്ചായത്തിലെയാണ്. എൻ്റെ കുടുംബശ്രീയുടെ പേര് സ്നേഹശ്രീ കുടുംബശ്രീ. ഞങ്ങൾ 18 അംഗങ്ങളാണുള്ളത്. ഞങ്ങളൊരു ലോണിന് അപേക്ഷിച്ചു. പെട്ടെന്ന് തന്നെ SBI അത് പാസ്സാക്കി തരികയും ചെയ്തു. ഞങ്ങൾക്ക് 20 ലക്ഷം വരെയുള്ള ലോൺ പാസ്സാക്കി തരാമെന്ന് സാറ് പറഞ്ഞ ആദ്യം. പക്ഷേ ഞങ്ങളുടെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും കുടുംബശ്രീക്കാരായതുകൊണ്ടും പിന്നെ ഈ നാട്ടിൻ പ്രദേശത്തുള്ളവരായതുകൊണ്ട് അവർക്ക് വലിയ പേടിയാണ് കൂടുതൽ വലിയ എമൗണ്ട് എടുക്കാൻ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങളൊരു 15 ലക്ഷത്തോളം രൂപ എടുത്തു. എല്ലാവരും സഹകരിച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. മീനിൻ്റെ അച്ചാറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലൊരു ആൾ പല ഗ്രോസറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിലർ വീട്ടിലിരുന്നിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കൃഷി ചെയ്യുന്നവരുണ്ട്, ഇതിൻ്റെ ഇടയിൽ പശുവിനെ വളർത്തുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ കൂട്ടായിട്ട് പോകുന്നു. നല്ല രീതിയിലാണ് ലോൺ എടുത്തിട്ട് ശേഷം ഞങ്ങൾ പോകുന്നത്. അതെ, ഇനിയും കുറച്ചും കൂടി ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒന്നിച്ച് നിന്ന് ചെയ്യാൻ. ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എല്ലാവരും ഓരോന്നൊക്കെ ചെയ്യുന്നത്. പേടിച്ചിട്ടാണ്, ഒന്നിച്ച് വലിയൊരു എമൗണ്ടൊക്കെ എടുത്ത് തുടങ്ങാനുള്ള പേടി കാരണമാണ്. ഇനിയും ഒന്നിച്ച് നിന്ന് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. കാരണം ഇത്ര ഈസി ആയിട്ട് SBIയിൽ നിന്ന് ഇങ്ങനെ സബ്സിഡി ഉള്ള ഒരു ലോൺ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് അരവിന്ദാക്ഷൻ. ഞാൻ പാഞ്ഞാൾ കൃഷിഭവനിലെ ഒരു പാഠശാല സെക്രട്ടറി കൂടിയാണ്. ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളിലും ഞാൻ അംഗമാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് PM കിസാൻ 2000 റുപ്യ, ഒരു വർഷത്തിൽ 6000 റുപ്യ കിട്ടുന്ന തുടങ്ങിയ മുതൽക്ക് യാതൊരുവിധ മുടക്കില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വേറൊന്ന് നെൽകൃഷിക്ക് ഇൻഷുറൻസ്. അത് 5 വർഷമായിട്ട് ഞാൻ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാനത് ഇൻഷുർ ചെയ്തുകൊണ്ട് ഏക്കർക്ക് 480-490 മറ്റാണ് തോന്നുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനി എഡ്യൂക്കേഷൻ കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് നബാർഡുമായി ചേർന്നിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. ഞങ്ങളുടെ തീം തന്നെ വുമൺ എംപവറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനുതകുന്ന പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. MEDP ആണ് ചെയ്യുന്നത്. 15 ദിവസം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശീലന പദ്ധതികളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പല എക്സിബിഷൻസ് ചെയ്യാനും അവർക്ക് കൂടുതൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സമൂഹത്തിലേക്ക് കുറച്ചും കൂടെ അവർക്ക് നല്ല രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അവരുടെ വരുമാനം ഉയർത്തി ജീവിത നിലവാരം ഉയർത്താനും സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നബാർഡിൻ്റെ ഈ പ്രൊജക്റ്റുകളെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. നവംബർ 15-ന് ഝാർഖണ്ഡിൽ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മസ്ഥലത്ത് നിന്ന് ആരംഭിച്ച ഈ മുന്നേറ്റം ഇന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ജനങ്ങളുമായി സംവദിച്ച് മുന്നേറുകയാണ്. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ 4 അമൃത സ്തംഭങ്ങൾ രാജ്യത്തിനുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഈ അമൃത സ്തംഭങ്ങൾ ഇവയാണ്: നമ്മുടെ നാരീശക്തി, നമ്മുടെ യുവശക്തി, നമ്മുടെ കർഷകരുടെ കരുത്ത്, ഒപ്പം നമ്മുടെ നവമധ്യവർഗം. हमारी सरकार ने जितना 10 साल में किया, अब उससे भी ज्यादा ऊर्जा के साथ हमें इन 4 अमृत स्तंभों पर अपनी पूरी ताकत लगानी है. और विकसित भारत के 4 अमृत स्तंभ मैं आपको बताना चाहता हूं. ये 4 अमृत स्तंभ है क्या? पहला अमृत स्तंभ भारत की हमारी महिलाएं, हमारी माताएं बहनें, हमारी नारी शक्ति. दूसरा अमृत स्तंभ है हमारे भारत के किसान भाई बहन और किसानी से जुड़े हुए जो कारोबार है, चाहे पशुपालक हो, चाहे मछली पालक हो, ये सारे हमारे अन्नदाता. तीसरा अमृत स्तंभ भारत के नौजवान, हमारे देश की युवा शक्ति, जो आने वाले 25 साल में देश को नई ऊंचाई पर पहुंचाने वाली सबसे बड़ी शक्ति है. और चौथा अमृत स्तंभ भारत का मध्यम वर्ग, नियो मिडिल क्लास
और भारत के मेरे गरीब भाई बहन, इन 4 स्तंभों को हम जितना मजबूत करेंगे, विकसित भारत की इमारत भी उतनी ही ऊंची उठेगी. ഈ 4 സ്തംഭങ്ങളെ കരുത്തുറ്റതായി മാറ്റിയാണ് വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഈ യാത്ര. വിവിധ കേന്ദ്ര പദ്ധതികൾ അവരെ പരിചയപ്പെടുത്തി അവരെ ഗുണഭോക്താക്കളാക്കി മാറ്റി ശാക്തീകരിക്കുന്ന ഈ യാത്രയുടെ അലയടികൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് മുഴങ്ങുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഗോത്രമേഖലകളിൽ കൂടിയായിരുന്നു യാത്ര. അട്ടപ്പാടി അഗളിയിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ കേരളത്തിലെ ആദ്യ സങ്കല്പയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗോത്രവർഗ ശക്തി പ്രയോജനപ്പെടുത്തി ഭാരതത്തിന്റെ വികസനം സാധ്യമാക്കുമെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഗോത്രവർഗ മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്താനായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായുള്ള വികസന ദൗത്യത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. The Honorable Prime Minister declared that next 25 years shall be dedicated to redoubling our efforts to make India become a developed country, a progressive country, a country which can, as Indians, we can raise our heads with dignity and secure an honorable place in the committee of the nations. വികസന ലക്ഷ്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ശ്രീ വി മുരളീധരൻ പറഞ്ഞു. വികസിത രാഷ്ട്രമായിട്ട് മാറാൻ കഴിയുക, അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയുള്ള ഒരു യാത്രയുടെ തുടക്കം കൂടിയാണ്. സദ്ഭരണത്തിന്റെ ഗുണങ്ങൾ എല്ലാവരിലും എത്തിക്കാനുള്ള ശ്രമങ്ങളും അതോടൊപ്പം വേണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ഗുണഫലങ്ങൾ എത്തിച്ചാൽ മാത്രമേ എല്ലാവരിലും വികസനമെത്തി എന്ന് പറയാനാകൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് ഭാരത് സങ്കല്പയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുന്നോടിയായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുതിയ ഗുണഭോക്താക്കൾക്കുള്ള രേഖകൾ ചടങ്ങിനോടനുബന്ധിച്ച് ഗവർണർ വിതരണം ചെയ്തു. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളും ചടങ്ങിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്നു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ദേശീയതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം വേദിയിൽ ലൈവായി പ്രദർശിപ്പിച്ചു. ആദ്യം പാലക്കാട് ജില്ലയിൽ മാത്രമായിരുന്നു യാത്ര തുടങ്ങിയത്. പിന്നീട് എല്ലാ ജില്ലകളിലും പ്രതിദിനം 2 പഞ്ചായത്തുകൾ വീതം സന്ദർശിച്ച് ജനകീയ മേളകളായി മാറുകയാണ് ഈ യാത്ര ഇപ്പോൾ. തിരുവനന്തപുരം യാത്ര ഉദ്ഘാടനം ചെയ്തത് മുൻ രാജ്യസഭാ എംപിയും നടനുമായ സുരേഷ് ഗോപിയാണ്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികൾ എത്തിക്കുന്നതിന് വികസിത ഭാരത സങ്കല്പ യാത്രയ്ക്കാകുമെന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. ഈ പദ്ധതി രേഖകളൊന്നും എത്താത്ത ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മലയാളികളാണെന്ന് നമുക്ക് നാണിച്ചു തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ ഉപഭോഗം നടത്തുന്നതിന് നമ്മളിലേക്ക് ഈ പദ്ധതിയുടെ വഴികൾ എന്താണെന്നുള്ള തരത്തിലുള്ള ബോധവൽക്കരണം എത്തിയില്ലെങ്കിൽ, അതെത്താൻ അനുവദിച്ചില്ലെങ്കിൽ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ സങ്കല്പ് യാത്ര എന്ന് പറയുന്ന പരിപാടി ജനുവരി മാസം 26, 27 വരെയാണ് ഇത് നടക്കുക. ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും, കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും, മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ ഇത് ആഴത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഈ യാത്രയിൽ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര പദ്ധതികൾ ശരിയായ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം പിന്നിലാണ്. ബോധവൽക്കരണത്തിലൂടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് ആഴത്തിൽ അറിയാനാകും. വികസിത ഭാരത സങ്കല്പയാത്രയുടെ പൊരുൾ പൊതുജനങ്ങളുടെ ജീവിത ഉന്നമനത്തിനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ മേളകളിലും വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വിവരവും സഹായവും അപ്പോൾ തന്നെ ലഭ്യമാക്കുവാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്കുകളിൽ അതാത് വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. PM ഉജ്ജ്വല പദ്ധതിയിൽ പങ്കാളികളാകാനും വിവിധ ഓയിൽ കമ്പനികളുടെ സ്റ്റാളുകൾ സന്ദർശിച്ച് സൗജന്യ ഗ്യാസ് അടുപ്പുകളും ലഭിക്കാൻ സംസ്ഥാനത്തെ എല്ലാ മേളകളിലും പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കുന്നുണ്ട്. എൻ്റെ പേര് സെൽവി, ചിറ്റൂരിൽ നിന്നാണ് വരുന്നത്, ചുണ്ടകുളം ചിറ്റൂർ. അപ്പം ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ല. അപ്പോൾ ഇത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട്.
അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ പറയണത്. ഇനി വിറകില്ല, ഉപയോഗിക്കില്ല. വിറകെടുത്തെടുത്ത് മടുത്തു പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കിട്ടാൻ സാധ്യതയായത്. വളരെ നന്ദി എന്തായാലും. എൻ്റെ പേര് രാഗി. ഞാൻ ഇവിടെ അട്ടപ്പാടി ഗുഡ്വേരിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വീടുണ്ട്, പക്ഷേ ഗ്യാസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് കിട്ടി, സന്തോഷമുണ്ട് വളരെ. കൊല്ലത്തും ഉജ്ജ്വലമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ചാത്തന്നൂർ പഞ്ചായത്തിൽ കൊല്ലം ജില്ലയുടെ സങ്കല്പയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് മുൻ MP സുരേഷ് ഗോപിയാണ്. നിരവധി വീട്ടമ്മമാരും യുവജനങ്ങളും യാത്രയിൽ പങ്കാളികളാകാൻ എത്തിയിരുന്നു. വാഹനത്തിലെ വേദിയിൽ വിവിധ കേന്ദ്ര പദ്ധതികൾ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്കായി വിശദീകരിച്ചു നൽകി. ഇത്തിക്കര ബ്ലോക്ക് മുതൽ ഓച്ചിറ ബ്ലോക്ക് വരെ ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകളിലൂടെ വികസിത് ഭാരത് സങ്കല്പയാത്ര ജനസമ്പർക്കം നടത്തി കടന്നുപോകും. കൊല്ലം കടക്കൽ പഞ്ചായത്തിലെത്തിയ യാത്രയെക്കുറിച്ച് അവിചാരിതമായി അറിഞ്ഞെത്തി ഇത്രയധികം കേന്ദ്ര പദ്ധതികൾ പരിചയപ്പെടാനുള്ള അവസരമുണ്ടായതിൽ സലീം കുമാർ എന്ന സാധാരണക്കാരന് അതീവ സന്തോഷവാനാണ്. എൻ്റെ പേര് സലീം കുമാർ. കാര്യത്ത് ആണ് കടക്കൽ പഞ്ചായത്തിലെ. അപ്പോൾ ഞാനത് വളരെ അവിചാരിതമായിട്ടാണ് എനിക്കിത് അറിയാൻ പറ്റിയത്. എന്തായാലും ഇവിടെ വരാൻ പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. പാവപ്പെട്ടവർക്ക് ഗ്യാസ് കണക്ഷൻ വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി. ഇതൊന്നും പിന്നെ നമ്മുടെ ഈ റൂറൽ ഭാഗത്തൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് തുടർന്നും ഈ രീതിക്കുള്ള കാര്യങ്ങളും കൃഷി സംബന്ധമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമുക്ക് കിട്ടാവുന്നിടത്തോളം രീതിയിൽ നല്ല രീതിയിലുള്ള ലോൺ സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ മനസ്സിലായി. ഇനി തുടർന്നും ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കോട്ടയം ജില്ലയിലെ യാത്രയുടെ ഉദ്ഘാടനം ചെയ്തത് മുത്തോലി പഞ്ചായത്തിലായിരുന്നു. 100 കണക്കിന് പൊതുജനങ്ങൾ അണിചേർന്ന യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തിയതും സുരേഷ് ഗോപി തന്നെയായിരുന്നു. വേദിയിൽ സുരേഷ് ഗോപി നടത്തിയ പ്രഖ്യാപനവും ഹർഷാരവങ്ങളോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. വികസിത് ഭാരത് സങ്കല്പ് റാലിയുടെ കാര്യത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന ജില്ലയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപനമായിരുന്നു അത്. ഭാരതത്തിൽ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ബഹുമാനീയനായ പ്രധാനമന്ത്രി അത് തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് ഒരു ഉത്തേജകം പകരാനായി കേരളത്തിലെങ്കിലും ഏറ്റവും നന്നായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മാത്രമല്ല, ആ പരിപാടിയിലൂടെ ഈ യാത്രയിലൂടെ എണ്ണം, അതിന്റെ ഘനം, എങ്ങനെയാണ് ജീവിതം മാറ്റിമറിക്കുന്നത് എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ യാത്ര അവസാനിച്ച് 1 മാസത്തിനകം തിളക്കമാർന്ന പ്രവർത്തനം ഈ സങ്കല്പ് യാത്രയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജില്ലയ്ക്കും ഒരു അവാർഡ് എന്റെ മകളുടെ പേരിൽ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ യാത്രയുടെ തുടക്കം പറവൂർ ചേന്നമംഗലം പഞ്ചായത്തിൽ നിന്നായിരുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ഗുണഭോക്താക്കളുമായുള്ള ആശയവിനിമയം, ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രദർശനം എന്നിവയും നടന്നു. ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള കണക്ഷനുകളുടെ വിതരണവും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. വികസന സന്ദേശവുമായി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും എത്തുന്ന യാത്ര ജനുവരി 26-ന് ചെല്ലാനം പഞ്ചായത്തിൽ സമാപിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് തൃശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിലാണ് തുടക്കമായത്. ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജനസുരക്ഷാ ക്യാമ്പയിനും ഒപ്പം തന്നെ നടക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പൗരന്മാരുടെ കടമകൾ നിറവേറ്റുമെന്നും സങ്കല്പ് യാത്ര നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. നമുക്ക് 86 ഗ്രാമപഞ്ചായത്തുകളാണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇതിനൊക്കെ പലപ്പോഴും ഞങ്ങൾ ഗുണഭോക്താക്കളെ കിട്ടാതെ വിഷമിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ സ്കീം എന്ന് പറയുന്നത് അഗ്രി മിഷണറി. പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും സങ്കല്പ് യാത്രയ്ക്ക് വമ്പൻ വരവേൽപ്പാണ് ഉണ്ടാകുന്നത്. കൂടുതൽ ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. കണ്ണൂരിലും കാസർഗോഡിലും പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയാണ് യാത്ര മുന്നോട്ടു പോകുന്നത്. വടക്കൻ ജില്ലകളിൽ യാത്രയ്ക്കൊപ്പം അരങ്ങേറുന്ന കലാപരിപാടികളും യാത്രയ്ക്ക് മിഴിവേകുന്നു.
ആലപ്പുഴയും ഇടുക്കിയും ഡിസംബർ 2-ാം വാരം മുതലാണ് യാത്രയുടെ ഭാഗമായത്. എല്ലാ ജില്ലകളിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും ബാങ്കുകളും അവരുടെ വിവിധ ബാങ്കിംഗ് സേവനങ്ങളുമായി ജനങ്ങളുടെ അടുക്കൽ നേരിട്ട് തന്നെ പോവുകയുണ്ടായി. ഡ്രോൺ ഉപയോഗിച്ച് വളരെ വില കൂടിയ ഡ്രോണാണ്, സാധാരണ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ സർക്കാരിൻ്റെയും KVKയുടെ ഒക്കെ ഭാഗമായിട്ട് സബ്സിഡി ഇനത്തിലും നിങ്ങൾക്ക് പ്രാപ്യമായി എത്തിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഒരു പാടം ഒരു സാധാരണ ഒരാളെ നിർത്തി മരുന്നടിക്കുകയാണെങ്കിൽ എത്രത്തോളം സമയമെടുക്കും. അതേപോലെ ഈ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഈ ചെളിയിലൊക്കെ ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ, പാമ്പ് അങ്ങനെയുള്ള ഇഴജന്തുക്കളുടെ ബുദ്ധിമുട്ട്. ഇത് വളരെ നിമിഷങ്ങൾ കൊണ്ട്, അതായത് 5 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവനായിട്ട് അടിച്ചു തരും. അതായത് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹെക്ടർ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിക്കാം. അതിൻ്റെ വളം, അതായത് FACTയുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ വളം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള വളം അതിനകത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലകളിലൂടെയാണ് ഇത് വളം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ, അതായത് നമ്മൾ സാധാരണ വില കൂടിയ വളങ്ങൾ വാങ്ങിച്ചിടുന്നതിനേക്കാളും വളരെ പ്രയോജനം ചെയ്യുകയും ചെയ്യും. യാത്രയിലെമ്പാടും കർഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് കാർഷിക ഡ്രോൺ പ്രദർശനവും ഒപ്പം ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന നാനോ വളപ്രയോഗവുമാണ്. ഭാവിയിലെ കേരളത്തിന്റെ കാർഷിക സമൃദ്ധിക്ക് അരങ്ങൊരുക്കുക ഡ്രോണുകളാണെന്ന യാതൊരു സംശയവും വേണ്ടതില്ല എന്നാണ് ഇവ വീക്ഷിച്ച കർഷകരുടെ അഭിപ്രായവും. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി തുടക്കം കുറിച്ച മഹിളാ ഡ്രോൺ പദ്ധതി നമ്മുടെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് പുത്തൻ കരുത്തായി മാറുമെന്നതിൽ സംശയമില്ല. സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും സ്പർശിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണം നിങ്ങളുടെ പഞ്ചായത്തിലും വൈകാതെ കടന്നുവരും. വികസന രാജ്യം എന്നതിൽ നിന്ന് വികസിത ഭാരതമെന്ന മാറ്റത്തിന്റെ കാഹളം ഉയർത്തിയുള്ള ഈ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകൂ.